ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെതായി ഇന്നലെ വന്ന രണ്ട് പ്രസ്താവനകൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവയിൽ ഒന്ന്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ അനിഷേധ്യനായ ആത്മീയ നേതാവും കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു സ്മാരകത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസ്താവനയും ലീഗുമായി ബന്ധപ്പെട്ടത് തന്നെ, ശിഹാബ് തങ്ങളുമായും ബന്ധപ്പെട്ടത് തന്നെ. അത് ഇപ്രകാരമാണ്: ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തെ തുടർന്ന് രാജ്യത്ത് ഉരുണ്ടുകൂടിയ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അറിയിപ്പ് നൽകി. അതിന്റെ ഫലമായി മുസ്ലിം ലീഗുകാർ കേരളത്തിലെ അമ്പലങ്ങൾക്ക് കാവൽ നിന്നു, അമ്പലങ്ങളെ സംരക്ഷിച്ചു. അതിലൂടെ കേരളത്തിന്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു രണ്ടാമത്തേത്. ഈ രണ്ട് പ്രസ്താവനകൾക്കും വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു ശരാശരി കേരളീയൻ എന്ന നിലക്ക് ചില വിശദീകരണങ്ങൾ, അതായത് ഈ രണ്ട് പ്രസ്താവനകളെയും കേരളീയ സമൂഹം, മുസ്ലിങ്ങളാവട്ടെ മുസ്ലിമേതര സമൂഹങ്ങളാവട്ടെ, എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക എന്നതിനെക്കുറിച്ചുള്ള ഒരു സംശയ ദൂരീകരണ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ വീഡിയോയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രസ്താവന മഹാനായ ശിഹാബ് തങ്ങൾക്കൊരു സ്മാരകം എന്നുള്ളതാണ്. ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലും അദ്ദേഹത്തിന്റെ സ്മരണ സദാ തുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മുസ്ലിം ലീഗാവട്ടെ, മുസ്ലിം ലീഗേതര പാർട്ടികളാവട്ടെ, രാഷ്ട്രീയമേ ഇല്ലാത്തവരാകട്ടെ, ശിഹാബ് തങ്ങളെക്കുറിച്ച് നല്ല ബഹുമാനത്തോടെ അല്ലാതെ അദ്ദേഹത്തിന്റെ എതിർകക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർ പോലും സാമാന്യ നിലക്ക് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെക്കുറിച്ച് ഉള്ള സ്മരണയിൽ ഉള്ളവരാണ് എല്ലാവരും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ശിഹാബ് തങ്ങൾക്ക് സ്മാരകം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ സ്മാരകങ്ങളോ കുടീരങ്ങളോ സ്മൃതി മണ്ഡപങ്ങളോ മറ്റ് സ്മരണ നിലനിർത്താൻ ഉതകുന്ന കാര്യങ്ങളോ പൊതുവെ കാണാറില്ല. ഇസ്ലാമിക ചിന്തയിൽ നിന്ന് വ്യതിചലിച്ച ഇസ്ലാം എന്ന് പേരിട്ടുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ രീതി നടത്തുന്ന ചിലർക്ക് അത് കണ്ടേക്കാമെങ്കിലും യഥാർത്ഥ ഇസ്ലാമിൽ വ്യക്തി ആരാധന, വ്യക്തികളെ അമിതമായി ആദരിക്കൽ, ആരാധനയോളം അടുക്കുന്ന തരത്തിലുള്ള ആദരവ് വ്യക്തികൾക്ക് സാധാരണ നിലയിൽ ഇസ്ലാമിലില്ല. ശിഹാബ് തങ്ങൾക്ക് അദ്ദേഹം അറിയിക്കുന്ന തരത്തിലുള്ള ഒരു സ്മാരകം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കേരളീയ മുസ്ലിങ്ങൾ ഇസ്ലാം അത് ആവശ്യപ്പെടുന്നില്ല സത്യത്തിൽ. കാരണം ധാരാളം സ്മൃതി സൗധങ്ങൾ, ശിഹാബ് തങ്ങൾ സൗധം അങ്ങനെയുള്ള പേരുകളിൽ മുസ്ലിം ലീഗുകാരും അല്ലാത്തവരും സഹകരിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾക്ക് ഉചിതമായ പല സ്മരണാ സ്ഥാപനങ്ങളും അവയൊക്കെ വലിയ തോതിൽ പൊതുജന സേവനത്തിൽ വ്യാപൃതവുമാണ്. ഇങ്ങനെയുള്ള സ്മാരകങ്ങൾ അദ്ദേഹത്തിന് ധാരാളമുണ്ട്. ഇതിനൊക്കെ പുറമെ കേരള സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് സമ്പത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം ഉണ്ടാക്കുക എന്നുള്ളത്, ഇതേ ശ്രീ സതീശൻ അന്തരിച്ച നടൻ സലീം കുമാറിന് വേണ്ടി സ്മാരകം ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി 1 കോടി വകയിരുത്തി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ പുകിലുകളൊക്കെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പേരിലും ഉണ്ടായേക്കാൻ ഇടയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും ശിഹാബ് തങ്ങൾക്ക് ഉചിതമായ സ്മാരകം ആ പാർട്ടിക്കാർ മാത്രമല്ല അദ്ദേഹത്തിന്റെ സമുദായക്കാർ തന്നെ വേണ്ട വിധത്തിൽ പൊതുജന സന്നദ്ധ സേവന സംഘടനകളുടെ രൂപത്തിൽ നിലവിലുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അതിന് കേരള സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് സമ്പത്ത് വിനിയോഗിക്കരുത് എന്നുള്ളതാണ് കേരളത്തിലെ ഒരു നികുതിദായകൻ എന്ന നിലക്കും മുസൽമാൻ എന്ന നിലക്കും എൻ്റെ വിനീതമായ അഭിപ്രായം. കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവരും ഇത് തന്നെയായിരിക്കും അഭിപ്രായപ്പെടുക എന്നാണ് തോന്നുന്നത്. കാരണം പൊതു ഖജനാവ് പൊതു സമൂഹത്തിന് മുഴുവനായും പൊതുവായും ഉപയോഗിക്കപ്പെടേണ്ടവയാണ്. അത് ഏതെങ്കിലും വ്യക്തികളുടെ, ഏതെങ്കിലും സമുദായത്തിന്റെ, സമൂഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടാനുള്ളതല്ല. കാരണം ഇനി മറ്റൊരു വശം കൂടി, ഇതിന്റെ ഒരു മറുപുറം കൂടി പറഞ്ഞാൽ, നാളെ ശ്രീ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായർക്കോ ഒരു സ്മാരകം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൽ മറ്റു സമുദായക്കാർക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. എങ്കിലും
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്മാരകങ്ങൾ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്മാരകങ്ങൾ അനുചിതമാണ് എന്നേ പറയേണ്ടതുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം കടക്കേണ്ടതില്ല. ഇനി സതീശന്റെ രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിലെ അമ്പലങ്ങൾ നിലനിൽക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗുകാർ കാരണമാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവം കാരണമാണ് എന്ന ഒരു ധ്വനിയുള്ള തരത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസ്താവന. കാരണം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ അമ്പലങ്ങൾക്ക് കേടുവന്നേക്കാം എന്നൊരവസ്ഥയിൽ അതിന് കാവൽ നിർത്തി ശിഹാബ് തങ്ങൾ മുസ്ലിങ്ങളെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. തീർച്ചയായും സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. കാരണം കേരള മുസ്ലിങ്ങളുടെ മറ്റു സമൂഹങ്ങളോടും മതങ്ങളോടുമുള്ള കരുതലിനെ കുറിച്ചും പ്രത്യേകിച്ച് ശിഹാബ് തങ്ങളുടെയും മുസ്ലിം ലീഗിന്റെയും മതേതര ക്രെഡിബിലിറ്റിയെക്കുറിച്ചും വലിയ മതിപ്പുളവാക്കുന്നതാണ് ആ ഒരു പ്രസ്താവന. എങ്കിലും അതിനൊരു മറുപുറമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2 അധ്യായങ്ങളുടെ 2 സൂക്തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുക അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അതിന്റെ സംക്ഷിപ്തമായി, അതിന്റെ പൂർണ്ണാർത്ഥത്തിലല്ല, സംക്ഷിപ്തമായി അതിന്റെ സാരം ഇവിടെ ഉദ്ധരിക്കേണ്ടത് ആവശ്യമായി തോന്നുന്നു. സൂറ അൽ അൻആമിലെ 108-ാമത്തെ വചനം, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ അധിക്ഷേപിക്കരുത്. അങ്ങനെ ചെയ്താൽ അറിവില്ലായ്മ മൂലം അവർ ശത്രുതയോടെ അള്ളാഹുവിനെ തിരിച്ച് അധിക്ഷേപിച്ചേക്കാം. ഈ ആയത്തിലെ ഈ സൂറത്ത് വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. മറ്റ് മതങ്ങളെ, അവരുടെ ആരാധ്യ വസ്തുക്കളെ, അവരുടെ ആരാധന പുരുഷന്മാരെ, അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന്. അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും ഖുർആൻ സൂചന നൽകുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളോ അതല്ലെങ്കിൽ കേരള മുസ്ലിങ്ങൾ മതബോധമുള്ളവരോ മറ്റൊരു ആരാധനാലയത്തെയും, ബാബറി മസ്ജിദ് എന്നല്ല 1000 പള്ളികൾ കൊടുത്താലും ഇവിടുത്തെ ഒരു അമ്പലത്തിന് പോലും കേടുവരുത്തുകയില്ല എന്നുള്ളത് മതപരമായ അവരുടെ കർത്തവ്യമാണ്, അവരുടെ പ്രതിബദ്ധതയാണ്. ഇവിടെ ഒരു നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയുടെ മതേതര ക്രെഡിബിലിറ്റി നിലനിർത്താനായിട്ടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞത് ഉചിതമായില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണ് അതിലെ ഔചിത്യക്കേട് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാം. അതായത് അഥവാ ശിഹാബ് തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മുസ്ലിം ലീഗ് അങ്ങനെ രംഗത്തില്ലായിരുന്നുവെങ്കിൽ കേരള മുസ്ലിങ്ങൾ കേരളത്തിലെ അമ്പലങ്ങൾ തകർക്കുമായിരുന്നു എന്നൊരു ധ്വനി, ദുസ്സൂചന അതിനകത്തുണ്ട്, ഒളിഞ്ഞുകിടപ്പുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നേ വരെ കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങൾക്കോ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായോ ആക്രമിച്ചതായോ കേട്ടിട്ടില്ല. തീർച്ചയായും മുഗൾ സാമ്രാജ്യ കാലത്ത് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചതിന്റെ കഥകൾ നാം കേട്ടിട്ടുണ്ട്. ആ മുഗൾ രാജാക്കന്മാരുടെ പാരമ്പര്യത്തിൽ അമ്പലങ്ങൾ കൊള്ളയടിക്കുക എന്നത് മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് അവർ ചെയ്തിട്ടുള്ളത്. അവർ രജപുത്ര സ്ത്രീകളെ, എണ്ണമറ്റ സ്ത്രീകളെ കല്യാണം കഴിച്ചു എന്നുള്ളതും ഇസ്ലാമിൽ പറഞ്ഞ കാര്യമല്ല. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത ഒരു രാജവംശമായിരുന്നില്ല മുഗളന്മാരുടേത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഏതായാലും കേരള മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് ഇസ്ലാമിക സ്കൂൾ ഓഫ് തോട്ട് വ്യത്യസ്തമാണ്. അത് മുഗളന്മാരുടെയോ വടക്കേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് സമൂഹങ്ങളുടെയോ രീതിയിലുള്ളതല്ല എന്ന് പലതവണ എടുത്തു പറയപ്പെട്ടിട്ടുള്ളതാണ്. ആ അവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിലും അവർ അന്യരുടെ ആരാധനാലയങ്ങളോ അവരുടെ ഭവനങ്ങളോ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളോ കയ്യേറുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ കയ്യേറിയ ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഇസ്ലാമിക ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കില്ല, അതിന് പുറത്തു കടന്നുകൊണ്ടായിരിക്കും, ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടായിരിക്കും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ശിഹാബ് തങ്ങളുടെ മാത്രം കൽപ്പന കൊണ്ടല്ല, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അമ്പലങ്ങൾക്ക് കാവൽ നിന്നിട്ടുണ്ടാവുക അഥവാ ആക്രമിക്കാതിരുന്നിട്ടുണ്ടാവുക. മാത്രമല്ല ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാനുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് പല സംഘർഷങ്ങളും അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചും പള്ളികളെ കേന്ദ്രീകരിച്ചും ഉണ്ടായിട്ടുണ്ടെങ്കിലും അമ്പലങ്ങളിൽ അധികവും ആക്രമണം നടത്തിയിട്ടുള്ളത് അതിന്റെ തന്നെ അഖിലുകാർ, അതിന്റെ തന്നെ വിശ്വാസക്കാരാണെന്ന് കാണാം. വിശ്വാസക്കാർ എന്ന് നടിക്കുന്നവർ അമ്പലത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുകയും മറ്റു രീതിയിൽ കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുള്ളത് പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ തന്നെ ആളുകളെയാണ്, മുസ്ലിങ്ങളെ അല്ല എന്നതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടി, മുസ്ലിങ്ങൾ പൊതുവെ സംഘർഷവും കലാപവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളുടെ തന്നെ അവാന്തര വിഭാഗങ്ങളുമായിട്ടാണ്, അന്യ മതസ്ഥരുമായിട്ടല്ല. സുന്നികളിലെ മറ്റൊരു വിഭാഗത്തോട് എതിർപ്പാണ്. പല കലാപങ്ങളും പ്രശ്നങ്ങളും സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും കാണാം. അതുപോലെ തന്നെ സുന്നികൾക്ക് മുജാഹിദുകളോടോ, മുജാഹിദുകളും ജമാഅത്തും കൂടി സുന്നികളോടോ
എതിർക്കുന്നതല്ലാതെ ഇവരിൽ ഒരു വിഭാഗവും പൊതുവെയാണ് പറയുന്നത്, ജനറലായി മറ്റ് മതസമൂഹങ്ങളോട് കലഹിക്കുന്നതായിട്ടോ കലാപമുണ്ടാക്കുന്നതായിട്ടോ കയ്യേറ്റം നടത്തുന്നതായിട്ടോ എൻ്റെ അനുഭവത്തിലില്ല. അനുഭവങ്ങളുള്ളവർ അത് മുന്നോട്ട് പറയട്ടെ, ഇല്ലെന്ന് വാദിക്കുന്നില്ല ഞാൻ. പക്ഷേ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ബാധയാവുന്നത്, പീഡനമാവുന്നത്, മുസ്ലിമേതര സമൂഹങ്ങൾക്കല്ല എന്നുള്ളതാണ് കേരളത്തിന്റെ അവസ്ഥ. ഖുർആനിലെ മറ്റൊരു അധ്യായം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം, ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ. സൂറത്ത് അൽ ഹജ്ജ് 22-ാമത്തെ അധ്യായം അതിലെ 40-ാമത്തെ സൂക്തം പറയുന്നു, മസ്ജിദുകൾ മാത്രമല്ല മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ആശയം സൂചിപ്പിക്കുന്നതാണ് ആ ആയത്ത്. സൂറ 22-ലെ അധ്യായം 22-ലെ 40-ാമത്തെ സൂക്തത്തിന്റെ രത്ന ചുരുക്കം ഇവിടെ പറയാം. അള്ളാഹു മനുഷ്യരെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം മുഖേന തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ഇതാണ് സൂറ അൽ ഹജ്ജ് 40-ാമത്തെ വചനത്തിന്റെ ചുരുക്കം. ഇതിൽ സന്യാസി മഠങ്ങളെ സൂചിപ്പിക്കാൻ സവാമിയ എന്ന അറബി വാക്കും, ചർച്ചുകൾക്ക് വേണ്ടി ബിയ എന്നും, സിനഗോഗുകളെ സൂചിപ്പിക്കുന്ന സലാവാത്ത് എന്നും, മുസ്ലിം പള്ളികളെ സൂചിപ്പിക്കാനുള്ള മസ്ജിദ് എന്ന വാക്കുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പരിശോധിക്കാവുന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പ്രബല ഖുർആൻ വ്യാഖ്യാതാക്കളായ ഇബ്നു കസീർ, അൽ തബരി തുടങ്ങിയവർ ഇതിനെക്കുറിച്ച് പറയുന്നത് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഇസ്ലാം അസന്നിഗ്ധമായി പറയുന്നു എന്നാണ്. അന്യമതങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് മുസ്ലിങ്ങളുടെ തന്നെ ചുമതലയായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ്. ചുരുക്കത്തിൽ, ബാബരി മസ്ജിദ് ധ്വംസനത്തിന്റെ കാലത്ത് കേരളത്തിലെ അമ്പലങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കോ വഴിപാട് കേന്ദ്രങ്ങൾക്കോ അപകടം പറ്റിയിട്ടില്ലെങ്കിൽ അത് കേവലം ശിഹാബ് തങ്ങളുടെ മാത്രം ഉത്ബോധനം കൊണ്ടോ മുസ്ലിം ലീഗിന്റെ മതേതര ക്രെഡിബിലിറ്റി കൊണ്ടോ മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന മുസ്ലിങ്ങളുടെ സംയമനം കൊണ്ടും ഇസ്ലാമിലെ വിധി വിലക്കുകളോടുള്ള പ്രതിബദ്ധത കൊണ്ടുമാണ് കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് കോട്ടം വരുത്തുന്ന വിധത്തിൽ ഇവർ മറ്റ് ആരാധനാലയങ്ങളെ കയറി ആക്രമിക്കാതിരുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. മതവർഗീയത പരത്തി കേരളത്തിലെ സമൂഹങ്ങൾക്കിടയിൽ കശപിശയും കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഒരു നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ കലാപം നടത്തുമായിരുന്നു എന്നത് വളരെ ദുഷിച്ച ഒരു ധ്വനി ഉണ്ടാക്കുന്നതാണ്. കാരണം അല്ലാതെ തന്നെ കേരള സ്റ്റോറികളും മറ്റ് പല പ്രോപ്പഗണ്ടകളും കേരളത്തിലെ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് അവർക്കെതിരായി രാജ്യമൊട്ടാക്കും ലോകമൊട്ടുക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരള മുസ്ലിങ്ങളെ പിടിച്ചു നിർത്തുന്നത്, മതേതരമായി അവരെ സംയമനം പാലിപ്പിക്കുന്നത് ഇവിടുത്തെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ശ്രമം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്നത് ശരിയായ ഒരു സന്ദേശമായിരിക്കില്ല ലോകത്തിന് നൽകുക എന്നുകൂടി ഇതിൽ പറഞ്ഞു വെക്കുന്നു. ശ്രീ സതീശൻ എന്ന മുഖ്യമന്ത്രി നല്ല സതുദ്ദേശത്തോടു കൂടി പറഞ്ഞ രണ്ട് കാര്യങ്ങളെ വിമർശന ബുദ്ധിയാ കണ്ടു എന്നല്ലാതെ ദുരുദ്ദേശത്തോടെ കാണുകയല്ല. തീർച്ചയായും അദ്ദേഹം സതുദ്ദേശത്തോടെ പറഞ്ഞതായിരിക്കാം. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ചില ദുരുദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം.